വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്നലെ നമ്മോട് വിട പറഞ്ഞ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലെ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു നേതാവായിരുന്ന മൺമറഞ്ഞ മർഹൂം ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ സന്തതികളിൽ അവസാന കണ്ണിയായിരുന്ന സയ്യിദ് അബൂബക്കർ ബാഫഖി തങ്ങൾ, അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇന്ന് മെയ് 25 ഞായറാഴ്ച ദിനപത്രത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള റിപ്പോർട്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്നിവിടെ ചന്ദ്രികയിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കൊയിലാണ്ടിയിൽ പരേതനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ മകൻ സയ്യിദ് അബൂബക്കർ ബാഫഖി കൊയിലാണ്ടി, അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന് 75 വയസ്സായിരുന്നു. ബാഫഖി തങ്ങൾ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാനും ജിദ്ദ KMCC പ്രഥമ പ്രസിഡൻറ്റുമായിരുന്നു. ദീർഘകാലം ജിദ്ദ KMCC ഉപദേശക സമിതി ചെയർമാനായിരുന്നു. കോഴിക്കോട് നടക്കാവിലെ ജില്ലാ പള്ളി കമ്മിറ്റിയുടെ ട്രഷറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യ നഫീസ ബീവി കാരക്കാട്. മക്കൾ സയ്യിദ് സമീർ ബാഫഖി സൗദിയിൽ, ഷരീഫ ഷബില ബീവി, ഷരീഫ സഫീറ ബീവി, പരേതയായ ഷരീഫ ഖദീജ ബീവി, പരേതയായ ഷരീഫ ഖദീജ ബീവിയാണ് ഉമ്മ. മരുമക്കൾ സയ്യിദ് ഇസ്മായിൽ ബാഫഖി മലേഷ്യയിൽ, സയ്യിദ് നൗഫൽ ജഫരി തങ്ങൾ, ഷരീഫ അസ്ലഹ ബീവി. സഹോദരങ്ങൾ സയ്യിദ് ഹുസൈൻ ബാഫഖി, സയ്യിദ് അബ്ദുള്ള ബാഫഖി, സയ്യിദ് ഇബ്രാഹിം ബാഫഖി, സയ്യിദ് ഹംസ ബാഫഖി, സയ്യിദ് അലി ബാഫഖി, സയ്യിദ് ഹസൻ ബാഫഖി, സയ്യിദ് അഹമ്മദ് ബാഫഖി, ഷരീഫ മറിയം ബീവി, ഷരീഫ നഫീസ ബീവി. ഇതാണ് കുടുംബ പരമ്പരയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരണം. മയ്യിദ് നമസ്കാരം ഇന്ന് രാവിലെ 8:30 കൊയിലാണ്ടി വലിയകത്ത് പള്ളിയിൽ നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സ്വാദിഖ് ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ സാഹിബ്, ഡോക്ടർ MK മുനീർ MLA തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയതാണ് ഇന്ന് ചന്ദ്രികയിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ പേജിൽ വന്നിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു വിവരണം. ബഹുമാനപ്പെട്ട തങ്ങളെക്കുറിച്ച് ബാഫഖി തങ്ങളുടെ മകൻ സയ്യിദ് അബൂബക്കർ ബാഫഖി തങ്ങളെക്കുറിച്ച് ഇന്ന് ചന്ദ്രികയിൽ വന്ന ലേഖനം PC ജലീലിൻ്റെ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഖായിദുൽ ഖൗമിൻ്റെ ഓർമ്മകൾക്ക് നിറവേകിയ വ്യക്തിത്വം എന്ന തലക്കെട്ടിലാണ് ഇന്ന് ചന്ദ്രികയിൽ ഇന്നത്തെ ലേഖനത്തിലുള്ളത്. 1967 EMS സർക്കാർ മലപ്പുറം ജില്ലാ രൂപീകരണ കരാറിൽ നിന്ന് വാക്കുമാറിയപ്പോൾ EMSൻ്റെ വഞ്ചന തുറന്നുകാട്ടാൻ ബാഫഖി തങ്ങൾ ഉപയോഗിച്ച വജ്രായുധമായിരുന്ന മലേഷ്യൻ നിർമ്മിത ടേപ്പ് റെക്കോർഡർ അബൂബക്കർ ബാഫഖി തങ്ങൾ നിധി പോലെ സൂക്ഷിച്ചിരുന്നു. ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ സന്തതികളുടെ അവസാന കണ്ണിയായിരുന്നു സയ്യിദ് അബൂബക്കർ ബാഫഖി തങ്ങൾ. സൗദി KMCC നാഷണൽ കമ്മിറ്റിയുടെ പ്രഥമ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരം വന്യപിതാവ് അന്തി ഉറങ്ങുന്ന നാട് തന്നെയായിരുന്നു എന്നതാണ് സത്യം. പ്രവാസി മലയാളികൾക്കിടയിൽ സംഘബോധത്തിൻ്റെ സന്ദേശം വിളംബരം ചെയ്യാൻ KMCCയുടെ പതാകയേന്തിയ ആദരണീയനായ വ്യക്തിത്വമായിരുന്നു സയ്യിദ് അബൂബക്കർ ബാഫഖി തങ്ങൾ. അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മരണപ്പെടുമ്പോൾ മകൻ അബൂബക്കർ ബാഫഖി തങ്ങൾക്ക് 22 വയസ്സാണ് പ്രായം.
മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ദേശീയ പ്രശസ്തരായ നേതാക്കളും മതപണ്ഡിതരും സാമുദായിക നേതാക്കളും നിത്യസന്ദർശകരായിരുന്ന വീട്ടിലെ തൻ്റെ കുട്ടിക്കാല സ്മരണകൾ ഇപ്പുറത്തു നിന്ന് ഓർത്തെടുക്കുമ്പോഴും ആ കണ്ണുകളിൽ വല്ലാത്ത തിളക്കമായിരുന്നു. 1967 കേരള സർക്കാർ മലപ്പുറം ജില്ലാ രൂപീകരണ കരാറിൽ നിന്ന് വാക്കുമാറിയപ്പോൾ EMSൻ്റെ വഞ്ചന തുറന്നു കാട്ടാൻ ബാഫഖി തങ്ങൾ ഉപയോഗിച്ച വജ്രായുധമായിരുന്ന മലേഷ്യൻ നിർമ്മിത ടേപ്പ് റെക്കോർഡർ അബൂബക്കർ ബാഫഖി തങ്ങൾ നിധി പോലെ സൂക്ഷിച്ചിരുന്നു. അറകൾ തുറക്കുമ്പോൾ മഹാനായ പിതാവിനൊപ്പമുള്ള അനുഭവങ്ങളുടെ സാഗരം അബൂബക്കർ ബാഫഖി തങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും അലയടിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ബാപ്പയുടെ കാറിൽ കൂടെ ഞാനും 2 അനിയന്മാരും ഉണ്ടായിരുന്നു. ഉപ്പാക്ക് ജാമിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുക വേണം. യാത്രക്കിടയിൽ ഫറൂഖിൽ വെച്ച് പോലീസ് തങ്ങളുടെ കാറിന് കൈ കാണിച്ചു. കാർ നിർത്തിയപ്പോൾ പോലീസ് ഓഫീസർ ക്ഷമാപണത്തോടെ കൈകൂപ്പിയ ശേഷം ബാപ്പാക്ക് നൽകിയ അടിയന്തര സന്ദേശം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടേതായിരുന്നു. അടിയന്തരമായും തങ്ങൾ എറണാകുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലെത്തണം. നാളെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ബാഫഖി തങ്ങളുമായി കൂടിക്കാഴ്ചയും ചർച്ചയും ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു പോലീസ് കൈമാറിയ സന്ദേശം. ജാമിയ ബോർഡിംഗ് മദ്രസ തുടങ്ങണം എന്നത് വാപ്പാൻ്റെ നിർബന്ധമായിരുന്നു. സ്ഥാപനം വിജയിപ്പിക്കാനാണ് ഞങ്ങളെ അവിടെ ചേർത്തിയത്. കൊയിലാണ്ടിയിലെ വീട്ടിലെ നിത്യസന്ദർശകരിൽ ഇസ്മായിൽ സാഹിബും ഖൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും CD സാഹിബും പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ തുടങ്ങിയ നേതാക്കളുണ്ടാവും. ഇസ്മായിൽ സാഹിബിൻ്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ കുറിച്ച് തങ്ങൾക്ക് ഏറെ പറയാനുണ്ട്. ഒരു ദിവസം MK ഹാജി വീട്ടിൽ വരുമ്പോൾ ഉപ്പ എന്തോ കാര്യങ്ങൾ ആലോചനയിലാണ്. ഹാജി ചോദിച്ചു, എന്താണ് തങ്ങളുടെ പ്രശ്നം? MESുമായുള്ള ബന്ധം വേർപെടുത്താൻ സമസ്ത ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉപ്പ പറഞ്ഞു. MK ഹാജി എന്നോട് ഒരു പേപ്പർ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ നിന്ന് പേപ്പർ കൊടുത്തു. ഹാജി സാഹിബ് കുറിപ്പ് എഴുതി ബാഫഖി തങ്ങൾക്ക് കൊടുത്തു. ഉപ്പ ചരിത്ര പ്രസിദ്ധമായ ആ പ്രസ്താവനയ്ക്ക് താഴെ ഒപ്പുവെച്ചു. പിറ്റേ ദിവസം അത് പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു. അവസാനമായി ഹജ്ജിന് പോകുന്ന സമയത്ത് ബാപ്പ ചെറിയ മകൻ എന്ന രീതിയിൽ എനിക്ക് നൽകിയ ഉപദേശങ്ങളിൽ പ്രധാനം പരാശ്രയമില്ലാതെ ജീവിക്കണം എന്നതായിരുന്നു. പിന്നീട് ഗൾഫിലേക്ക് പോവാൻ തീരുമാനിച്ചപ്പോൾ എന്നും എന്നെ ഒരു അനിയനെ പോലെ ചേർത്ത് പിടിച്ച CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ അടുത്തുപോയി സമ്മതം വാങ്ങിയാണ് സൗദി അറേബ്യയിലേക്ക് പോയത്. സൗദിയിൽ പ്രവാസിയായത് ജീവിതവർഗം തേടുമ്പോൾ അത് മക്ക മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ പിതാവിൻ്റെ ചരത്ത് ചെന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരമാവുമെന്നത് കൂടിയായിരുന്നു എൻ്റെ ലക്ഷ്യം. ജിദ്ദയിൽ ജോലി ചെയ്ത കാലത്ത് എല്ലാ ആഴ്ചയും മുടങ്ങാതെ വിശുദ്ധ ഹറമിൽ പോവുകയും ഉപ്പ അന്തി ഉറങ്ങുന്ന ജന്നത്തുൽ മുഅല്ലയിൽ സന്ദർശനം പതിവാക്കുകയും ചെയ്തിരുന്നു. ബാപ്പ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ചന്ദ്രികയ്ക്ക് വേണ്ടിയായിരുന്നു. ചന്ദ്രികയുടെ പ്രചാരണം എല്ലാവരും ഏറ്റെടുക്കണം എന്ന ബാപ്പയുടെ അഭ്യർത്ഥന ഞാനും ആവർത്തിക്കുകയായിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ സൗദി KMCCയുടെ പ്രസിഡന്റ് സ്ഥാനം കുറച്ചു കാലത്തേക്ക് ഏറ്റെടുത്തത്. പാവപ്പെട്ടവരുടെ സമയവും അത്താണിയുമായിരുന്നു സംഘടനയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞത്. വലിയ അനുഗ്രഹമായാണ് ഞാൻ കരുതുന്നത്. അബൂബക്കർ ബാഫഖി തങ്ങളുടെ വിയോഗത്തോടെ ഒരു ധന്യ പാരമ്പര്യത്തിൻ്റെ കഴിവയി മാത്രമല്ല ഇതിഹാസ മൂല്യമായ
ഒരു കാലഘട്ടത്തിൻ്റെ അനുഭവ സാക്ഷ്യം കൂടിയാണ് കൺമറയുന്നത്. ബഹുമാന്യനായ PC ജലീലിൻ്റെ ഇന്നത്തെ ചന്ദ്രികയിൽ വന്ന ലേഖനം ഏറെ മനസ്സ് തട്ടിയ ഒരു ലേഖനമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത് അവതരിപ്പിച്ചത്. മഹാനായ മർഹൂം ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി ആദരിക്കട്ടെ എന്ന് കൂടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചെറുമകൻ സയ്യിദ് അബ്ദുറഹ്മാൻ സയ്യിദ് അബൂബക്കർ ബാഫഖി തങ്ങൾ നമ്മോട് വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിനെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് കൂടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ നാൾ വഴിയിലൂടെ കടന്നുപോയ ഒരുപാട് മഹാരഥന്മാരായ നേതാക്കൾ നമുക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അള്ളാഹു അവരോടൊപ്പം നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവനും മറ്റും ഒഴിഞ്ഞുവെച്ച പ്രിയപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ ഒരുപാട് കേട്ട് പഠിച്ച വ്യക്തിത്വങ്ങളാണ്. ഇതുപോലുള്ള മഹാരഥന്മാരായ നേതാക്കൾ അവരുടെ കയ്യിലെ കൈവെള്ളയിൽ സൂക്ഷിച്ച് നമ്മൾക്ക് മുന്നിൽ എത്തിച്ചു തന്ന ഈ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഖിയാമത്ത് നാൾ വരെ അത് ഇടതടവില്ലാതെ കൃത്യമായി മുന്നോട്ട് നയിക്കാൻ അതാത് കാലങ്ങളിൽ വർത്തമാനകാലത്ത് മുന്നിൽ നിൽക്കുന്ന നേതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുപാട് കാലം വളരെ കൃത്യതയോടുകൂടെ തന്നെ സംശുദ്ധമായ രാഷ്ട്രീയം മുന്നിൽ നിർത്തി മുന്നോട്ട് നയിക്കാൻ പ്രിയപ്പെട്ട തങ്ങൾക്കും വർത്തമാന കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന് നേതൃത്വം നൽകുന്ന നേതാക്കൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ഈ സയ്യിദ് അബൂബക്കർ ബാഫഖി തങ്ങളുടെ അനുസ്മരണം രണ്ടു വാക്കിൽ ചുരുക്കി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച എല്ലാവർക്കും നമുക്ക് ചരിത്രങ്ങളിലൂടെ നമ്മളൊക്കെ കാതോർത്ത് പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ കൂടി പഠിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എല്ലാവരും ശ്രമിക്കണമെന്നുകൂടി എളിയ മുസ്ലിം ലീഗിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നിങ്ങളോട് ഞാൻ വസിയത്ത് നൽകുകയാണ്. പ്രസ്ഥാനത്തെക്കുറിച്ചും പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെക്കുറിച്ചും പ്രസ്ഥാനം വന്നിട്ട് പ്രവർത്തനം നടത്തിയിട്ടുള്ള നാൾ വഴികളെക്കുറിച്ചൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി പഠനം നമുക്ക് അത്യാവശ്യമാണ്. അതൊക്കെ മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ഇതുപോലുള്ള ചരിത്രങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയെക്കുറിച്ച് അറിയാനും മഹാരഥന്മാരായ മൺമറഞ്ഞ നേതാക്കളെക്കുറിച്ച് പഠിക്കാനുമൊക്കെ തയ്യാറാകണമെന്ന് കൂടി ഒരു അഭ്യർത്ഥന പാർട്ടിയുടെ എളിയ പ്രവർത്തനം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മഹാരഥന്മാരായ നേതാക്കൾ ഒരുപാട് പേർ നമ്മളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഈ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പൊന്നോമന പുത്രൻ പ്രിയപ്പെട്ട സയ്യിദ് അബൂബക്കർ ബാഫഖി തങ്ങളടക്കം നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞുപോയി. അള്ളാഹു മുൻകഴിഞ്ഞ നേതാക്കളോടൊപ്പം നമ്മയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജയ് മുസ്ലിം ലീഗ്.